ഹലോ നമസ്കാരം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാട്ടോ. കാരണം ഇത്രയും ഹെൽത്തി ആയിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് അത്രയ്ക്കും ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോസ് ആട്ടോ, അതായത് മധുരക്കിഴങ്ങില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ 3 പീസിൽ 2 പീസ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അതുപോലെ ഇത് സോയാ ചങ്ക്സ് ആണ്, സോയാബീൻ ഇല്ലേ, അത് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ള കേട്ടോ. നല്ല പൊടി പോലെ ഇതുപോലെ ആക്കിയെടുക്കണം നമ്മൾ. അത് കൈകൊണ്ടോ മിക്സിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്കിയെടുക്കുക കേട്ടോ. ഇത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സവാള ഫുള്ളായിട്ട് എന്താ പറയുക കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നല്ല എരിവുള്ള ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയും എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടണം. അതവിടെ ഇരുന്ന് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ എടുക്കുന്ന ഓട്സ് ആണ്. 3/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, തരിതരിപ്പുണ്ട്, അങ്ങനെ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. സവാള ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 2 മിനിറ്റോളം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി എരിവനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കുക. ഗരം മസാലപ്പൊടി ഞാൻ ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി നമ്മൾ കുറച്ചധികം ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിക്കുക. പൊടി നന്നായിട്ട് മൂത്ത് വരണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇതായതിനു ശേഷം നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. സോയാ ചങ്ക്സ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഈ മസാലകളും സോയാബീനും മധുരക്കിഴങ്ങും എല്ലാം നന്നായിട്ട് ഉടയണം. ആ ഒരു രീതിക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ താഴെ മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. നല്ലോണം എന്താ പറയുക, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമ്മളിത് കുഴച്ചെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിത് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ എനിക്കിതായി കിട്ടി. വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് മൈദപ്പൊടി കേട്ടോ. മൈദപ്പൊടിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇതുപോലെ ഈ ലൂസ് പോലെ ആക്കിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കുക. കാരണം മുട്ട യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് പക്കാ വെജ് കട്ട്ലേറ്റ് കേട്ടോ. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം എടുത്താലും മതി കേട്ടോ. നമുക്കിത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കും പോലെ നമ്മുടെ ഓട്സ് പൊടിയിൽ മുക്കി എടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയാട്ടോ ഈ മൈദ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി ഇതാ നമ്മുടെ മസാല നമ്മൾ ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ആ മൈദയിൽ ഒന്ന് മുക്കിയിട്ട് നമ്മളെ ഓട്സ് പൊടിച്ച് വെച്ചിട്ടില്ലേ, അതിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാവേ. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത് വറുക്കാനുള്ള ചട്ടി വയ്ക്കുക. അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാവേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് അത് തിരിച്ചു മറിച്ചു വിട്ടൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഇത് പൊട്ടിപ്പോവോ ഇല്ലോന്ന് അറിയാത്തതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ആ കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കി ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ വേവിച്ചിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ കുക്ക് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറായി കിട്ടും, കരിഞ്ഞു പോകരുത്. ബ്രൗൺ കളർ ആവുന്ന വരെ, ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ നിൽക്കേണ്ട. ജസ്റ്റ് ആ കളർ മാറി കുറച്ച് നമുക്കത് അറിയാൻ പറ്റും. ആ ഒരു ടൈമിൽ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ കളറിൽ കാണുന്ന ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ ആ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന സെയിം കളറിൽ നല്ല അടിപൊളി കട്ട്ലേറ്റിൻ്റെ അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അതുപോലെ ഹെൽത്തി ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓയിൽ ചേർക്കുന്ന കാര്യം പറയും. ഓയിൽ ചേർക്കാതെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിത് ഓയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക്